ഇ ബുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് ഇ ബുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് പല ബിസിനസ്സുകളും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പല ബിസിനസ്സുകളും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങി. എന്താണ് ഇ ബുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഇ ബുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ അവിടെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആദ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മളെ വെബ്സൈറ്റിൽ ഒരാളെത്തുന്നു, ഒരു കസ്റ്റമർ എത്തുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു ഫ്രീ ഇ ബുക്ക് കൊടുക്കുക. ഈ ഫ്രീ ഇ ബുക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ല. എന്തൊരു ഇഷ്യൂവിൻ്റെ പുറത്താണോ അവർ നമ്മളെ വെബ്സൈറ്റിൽ എത്തുന്നത്, അല്ലെങ്കിൽ എന്താണോ അവർ ഫേസ് ചെയ്യുന്ന ഒരു പെയിൻ പോയിന്റ്, ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇ ബുക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഒരു ഇ ബുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ പേര്, ഇമെയിൽ ഐ ഡി, കോൺടാക്ട് നമ്പർ കളക്ട് ചെയ്യുക. അത് നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക. പകരം അവർക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഗൈഡ് അല്ലെങ്കിൽ ആ ഒരു ഇ ബുക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം സെല്ല് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ഒരു വാല്യൂ പാസ് ചെയ്യുക ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ, ഒരു വാല്യൂ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുന്ന കസ്റ്റമർ അത് അവർക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവർ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യും അവർ. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും സെല്ല് ചെയ്യുന്നില്ല, നമ്മളൊരു വാല്യൂ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത്, അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമർ നമ്മളെ കുറച്ചും കൂടി കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഇ ബുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക. തീർച്ചയായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാത്ത ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.